ആരാ? എന്താ വേണ്ടത്? എന്റെ പേര് ഭദ്രൻ. അടുത്ത ഗ്രാമത്തിലെയാ. കോയിക്കലെന്ന വീട്ടുപേര്. എന്താ കാര്യം? ഞാൻ ഈ ഗ്രാമത്തിലൊരു പെൺകുട്ടിയുമായി സ്നേഹത്തിലാണ്. ഇപ്പൊ അവളുടെ അച്ഛൻ അവളുടെ സമ്മതം കൂടാതെ മറ്റൊരു വിവാഹം നിശ്ചയിച്ചിരിക്കുകയാണ്. ഈ ഗ്രാമത്തിലെ പെൺകുട്ടിയോ? എന്താ അവളുടെ പേര്? ആരാ അവളുടെ അച്ഛൻ? പെൺകുട്ടിയുടെ പേര് മായ. അവളുടെ അച്ഛന്റെ പേര് പൂവത്തിൽ കുഞ്ഞിക്കണ്ണൻ. അനാവശ്യം പറയരുത് മൈഥിലി. മായയുടെ സമ്മതം കൂടാതെയാണോ കല്യാണം നിശ്ചയിച്ചത്? അതെ. ഞാൻ നാട്ടിലില്ലായിരുന്നു. കുറച്ച് ദൂരെ എനിക്ക് ജോലി. മായയുടെ കത്ത് കിട്ടിയപ്പോഴാ വിവരം അറിയുന്നത്. അവളുടെ അച്ഛനെ കണ്ടിട്ട് കാര്യമില്ല. അതുകൊണ്ടാ മന്നാടിയരെ കാണാൻ ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. മായയെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ല. അവൾക്കും ദയവായി ഞങ്ങളെ പിരിക്കരുത്. നീ പറഞ്ഞത് മുഴുവൻ സത്യമാണോ? പാതിരായ്ക്ക് മന്നാടിയാരെ വിളിച്ചുണർത്തി ഞാൻ കളവ് പറയില്ല. അവള് മറിച്ച് പറഞ്ഞാലോ? എന്ത് ശിക്ഷ തന്നാലും സ്വീകരിച്ചോളാം. മന്നാടിയാർ തന്നെയല്ലേ ചോദിക്കുന്നതെന്ന് ഭയം വേണ്ട. നിശ്ചയിച്ച കല്യാണത്തെക്കുറിച്ചുള്ള പരിഭ്രമവും വേണ്ട. എനിക്കറിയേണ്ടത് സത്യം. ഇവൻ പറയുന്നത് വാസ്തവാണോ? കണ്ട ഇരപ്പാളികൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് കുഞ്ഞിക്കണ്ണനോട് ഞാൻ ചോദിച്ചില്ല. ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. തുറന്നു പറഞ്ഞോളൂ. ഭദ്രേട്ടൻ പറഞ്ഞത് സത്യമാണ്. കുട്ടിയുടെ സമ്മതം കൂടാതെയാണോ ഈ വിവാഹം നിശ്ചയിച്ചത്? അതെ. നിന്നെ ഞാൻ കൊല്ലുപിടി. തൊട്ടുപോരുതവളെ. ഞാൻ പലവട്ടം ചോദിച്ചപ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞു മോൾക്ക് പൂർണ്ണ സമ്മതമാണെന്ന്. കേട്ടല്ലോ മോളുടെ സമ്മതം. അന്തസ്സുള്ള ഒരു തൊഴിലുമായിട്ട് വന്നാൽ വിവാഹക്കാരി ആലോചിക്കാമെന്ന് മുമ്പൊരിക്കൽ നിങ്ങൾ അവനോട് പറഞ്ഞിരുന്നോ? അന്ന് തോന്നിയത് പലതും ഞാൻ പറഞ്ഞു കാണും. എന്ന് വെച്ച് കണ്ടത് എൻഡിയുടെ കൂടെ ഒന്നും പറഞ്ഞേക്കാൻ ഞാൻ തയ്യാറല്ല. ഇവനോടൊപ്പം താമസിക്കാൻ നീ തയ്യാറാണോ? തയ്യാറാണ്. എന്റെ കൊക്കിൽ ജീവനുള്ള കാലം അത് നടക്കില്ലടി. നടക്കും. അവരൊരുമിച്ച് ജീവിക്കുകയും ചെയ്യും. മന്നാടിയാരെ, നിങ്ങളോട് എനിക്ക് ഭക്തിയും ബഹുമാനമൊക്കെ ഉണ്ട്. എന്ന് വെച്ച് ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമില്ല. നിങ്ങളുടെ അനിയനെ ഇവിടെ വേണ്ടെങ്കിൽ വേണ്ട. എന്റെ മോളെ ആരുടെ കൂടെ വിടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. കിട്ടാക്കടത്തിന് പകരം കണ്ട ചാളയിൽ നിന്നും മേലുവിലാസമില്ലാത്ത പെണ്ണിനെ നിങ്ങൾ ഇറക്കിക്കൊണ്ടുവന്നു. കുഞ്ഞിക്കണ്ണ, കിട്ടാക്കടത്തിന് പകരമാണ് ഞാൻ അവിടെ ഇറക്കിക്കൊണ്ടുവന്നതെങ്കിൽ തന്റെ അടക്കം ഈ ഗ്രാമത്തിലുള്ള പലരുടെയും പെൺമക്കൾ എന്റെ കിടപ്പറയിൽ ഉണ്ടാകുമായിരുന്നു. അറിയോ തനിക്ക്? ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കഴുത്തിൽ മന്നാടിയാർ താലി കെട്ടിയത് അവളുടെയും അവളുടെ ഉറ്റവരുടെയും സമ്മതത്തോടുകൂടിയായിരുന്നു. എനിക്കൊരു തെറ്റുപറ്റി. ഈ വിവാഹത്തെ ഞാൻ അല്പം ധൃതി കാണിച്ചു. എനിക്ക് ആ തെറ്റ് തിരുത്തണം. ഇവൻ എന്ത് കുറവുണ്ടെങ്കിലും അത് ഞാൻ നികത്തും. അത് താൻ അംഗീകരിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇവരുടെ വിവാഹം നടക്കും. അനിയ, നീ കൊതിച്ചതൊക്കെ നിനക്ക് സ്വന്തമാക്കി തരാൻ ഈ ഏട്ടന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നീ ആഗ്രഹിച്ച പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഞാൻ കാരണം നിന്റെ വിവാഹം മുടങ്ങി. എന്താ ഏട്ടാ, തെറ്റുപറ്റിയത് എനിക്കല്ലേ? അവളുടെ മനസ്സറിയാതെ ഞാൻ മോഹിച്ചു. ഭദ്രം വന്നപ്പോ ഏട്ടന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കൂ. അന്യരുടെ മോഹങ്ങളെ തല്ലിക്കെടുത്തിട്ട് വേണോ മന്നാടിയാർ കുടുംബത്തിലൊരു കല്യാണം? അതല്ലല്ലോ ഏട്ടാ നമ്മുടെയൊക്കെ പൈതൃകം. വീരസിംഹ മന്നാടിയാർ. ഏട്ടന് സന്തോഷായി.
അച്ഛൻ വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്ന് വെച്ച് വിരോധമൊന്നും തോന്നരുത്. അച്ഛന്റെ ദേഷ്യമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറും. കാമാക്ഷി ഒരുത്തമ്മയുടെ അനുഗ്രഹം ഉണ്ടാവും. ചേട്ടാ, എന്താ ലണ്ടനിൽ നിന്നുള്ള കത്താ. MBA അഡ്മിഷൻ വീണ്ടും കിട്ടിയെന്നും പറഞ്ഞ്. കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലണ്ടിൽ 3 വർഷത്തെ MBA കോഴ്സിന് പോണെന്ന് പറഞ്ഞപ്പോ ഏട്ടൻ സമ്മതിച്ചില്ല. ഇംഗ്ലണ്ടിൽ ഇക്കാലത്ത് MBAക്ക് ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാല് അതൊരു മഹാഭാഗ്യ. നിന്നെ മടിയിലിരുത്തി പൊന്നാണയം കൊണ്ട് ഹരിശ്രീ എഴുതിച്ചത് അച്ഛനാ. അന്ന് അച്ഛൻ പറഞ്ഞു വീരന് ദൂരെ പോയി വിദ്യ അഭ്യസിക്കാനുള്ള യോഗം ഉണ്ടെന്ന്. അത് ഞാൻ മറന്നിട്ടില്ല. ഒരു രാത്രിയിലധികം നേരം നിന്നെ പിരിഞ്ഞിരുന്ന ഓർമ്മ എനിക്കില്ല. അതുകൊണ്ടാ അന്ന് നിന്നോട് പോകണ്ടെന്ന് പറഞ്ഞതേ. ഒരിക്കൽ കൂടെ വന്ന സൗഭാഗ്യം തട്ടിക്കളയാൻ ഞാൻ ആളല്ല. ഇപ്പോ ഒരു മാറ്റവും നിനക്ക് നല്ലതാ. നിന്റെ ഇഷ്ടം നടക്കട്ടെ. എന്താ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ, എന്നോട് പറഞ്ഞൂടെ? ഇനി പുതിയൊരു ജോലി തരണം. അപ്പൊ ഉണ്ടായിരുന്ന ജോലിയോ? ഇനി അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. അതെന്താ? ശരിയാവില്ലെന്ന് പറഞ്ഞില്ലേ? നായിന്റെ മോനെ, ഞങ്ങളെയൊക്കെ വഞ്ചിച്ചിട്ട് നീ ഇവിടെ സുഖിച്ച് ജീവിക്കുകയാണല്ലേ? ഈ ഒരു കൊല്ലും പറയണ്ടതാ. നിങ്ങൾ എന്തൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നീ ഞങ്ങളെ ഒത്തു കൊടുക്കുക. ഏട്ടനോടില്ല. എന്താ, എന്തു പറ്റി? വാ. ആരാ ഈ ഹൈദരമരക്കാര്? നീ അയാളുടെ ഗുണ്ടയായിരുന്നു അല്ലേ? ആയിരുന്നു.
നീ അവരെ ഏതെങ്കിലും തരത്തിൽ വഞ്ചിച്ചുവോ? ഇല്ല. പിന്നെ എന്തിനാ അവർ നിന്നെ അന്വേഷിച്ചു വന്നേ? ജോലിയൊന്നും കിട്ടാതെ വന്നപ്പോൾ എൻ്റെ ഒരു സുഹൃത്താണ് അവരുടെ കൂട്ടത്തിൽ എന്നെ ചേർത്തത്. തുടക്കത്തിൽ ചെറിയ ജോലികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അവർ തരുന്ന സാധനങ്ങൾ ഭദ്രമായി പറഞ്ഞെടുത്തെത്തിക്കുക. അത്യാവശ്യം ചില കൂലിത്തല്ലും. അവർക്കെന്നെ ബോധ്യമായി. ആ ഇടയ്ക്ക് വലിയൊരു ജോലി എന്നെ ഏൽപ്പിച്ചു. ഒരാളെ കൊല്ലാൻ. ആരെ കൊല്ലാൻ? DIG മാരാരെ. മാരാർ സാറായിരുന്നു ഹൈദരുടെ ഏറ്റവും വലിയ ശത്രു. കൊല്ലാൻ എന്നെ കൊണ്ട് സാധിക്കില്ലെന്ന് ഞാൻ തീർത്തും പറഞ്ഞു. അങ്ങനെ ആ ജോലി മറ്റൊരാളെ ഏൽപ്പിച്ചു. അയാൾ നടത്തിയ 2 ശ്രമവും പാഴായി. അതിനിടയ്ക്കാണ് മായയുടെ കത്ത് കിട്ടിയത്. ആരോടും ഒന്നും മിണ്ടാതെ ഞാൻ ഇങ്ങോട്ട് പോന്നു. അത് അവരെ ഒറ്റുകൊടുക്കാനായിരിക്കുമെന്ന് അവർ കരുതി കാണും. അപ്പോ നിന്നോട് ആ കണക്ക് തീർക്കാൻ വന്നതാ അവര്. ഇനി എന്താ നിന്റെ ഭാവം? ഒരു വശത്ത് ഹൈദർ മറിക്കാര്, മറുവശത്ത് തന്നെ മാത്രം വിശ്വസിച്ചിറങ്ങിയ പെൺകുട്ടി. ആഗ്രഹിച്ച പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടി അവളെ മാന്യായിട്ട് പോറ്റണ്ടേ? എന്ത് ജോലി അറിയാം തനിക്ക്? BA വരെ പഠിച്ചിട്ടുണ്ട്. ഡ്രൈവിംഗ് അറിയാം. പിന്നെ അത്യാവശ്യം തല്ലും പിടിയൊക്കെ വശണ്ട് അല്ലേ? ഇപ്പോഴത്തെ ചുറ്റുപാടില് താൻ മറ്റു ജോലിക്കൊന്നും ശ്രമിക്കണ്ട. ഈ വീട്ടിൽ കഴിയാം. ഇവിടെ എന്താ എണ്ണയാ? ചേട്ടന്റെ ഓരോ നിർബന്ധങ്ങള്. ഏട്ടന്റെ അല്ല, ഏടത്തിയമ്മയുടെ. നല്ല തുളസിയിലും ചെമ്പരത്തി ഇട്ട് കാഴ്ച എണ്ണയാ. വേണ്ടാന്ന് പറയല്ലേ. എപ്പോഴാ യാത്ര? പെട്ടിയും പ്രമാണമായിട്ട് ഞാനിപ്പോഴേ ടൗണിലേക്ക് പോവാ. ഇന്ന് തന്നെ പാസ്പോർട്ടിൽ ഇമിഗ്രേഷൻ ക്ലിയറൻസ് അടിച്ചു വാങ്ങണം. ഇന്ന് രാത്രി മാരാരങ്ങളുടെ വീട്ടിൽ താമസം. നാളെ പുലർച്ചെയുള്ള ഫ്ലൈറ്റിന് ബോംബെക്ക്. അവിടുന്ന് ലണ്ടനിലേക്ക് പറക്കും. ഒരു ദിവസം മുറി മാറി കിടന്ന ഉറക്കം വരാത്ത കുട്ടിയാ. 3 വർഷം ആരെയും കാണാതെ കടലിനക്കരെ പോയി ഒറ്റയ്ക്കിങ്ങനെ കഴിയുക. 3 വർഷം എന്നൊക്കെ പറയുന്നത് കണ്ണടച്ച് തുറക്കുന്ന പോലെ കഴിഞ്ഞു പോകില്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ കാമാക്ഷിപുരത്തേക്കനല്ലേ മടങ്ങി വരിക. എന്തായാലും ശരി, ഭദ്രനെ മന്നാടിയാറിന്റെ കൂടെ താമസിപ്പിക്കുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആവശ്യമില്ലാതെ ഹൈദരുടെ മനസ്സിൽ അത് പകയുണ്ടാക്കും. അഭയം കൊടുക്കുന്നവരെ തള്ളിപ്പറയുന്ന സ്വഭാവം മന്നാടിയാർമാർക്ക് പണ്ടേ ഇല്ല. നരസിംഹ മന്നാടിയാർക്കും ആ സ്വഭാവം തന്നെയാണ് ഇപ്പോഴും. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ മന്നാടിയാറിന്റെ അനിയൻ തന്നെയല്ലേ? ഒട്ടും കുറയില്ലെന്ന് എനിക്കറിയാം. ഇത്രയും ദുഷ്ടനായ ക്രിമിനലിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഡാഡി? അവനെതിരായ ഒരു ചെറുവിരൽ നനക്കാൻ പോലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കഴിയില്ല. കാരണം അവനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് വളർത്തുന്നത്. അപ്പോ അങ്കിള് അയാളുടെ സൈഡ് തന്നെ അല്ലേ? അതുകൊണ്ടാണല്ലോ അവർ എന്റെ തലയ്ക്ക് തന്നെ 2 പ്രാവശ്യം ഉന്നമിച്ചത്. ഒരിക്കൽ 24 മണിക്കൂർ നേരത്തേക്ക് അവനെ എന്റെ കസ്റ്റഡിയിൽ കിട്ടി. അവനെ കൊണ്ട് അവരുടെ ചരിത്രം മുഴുവൻ പറയിപ്പിക്കാൻ ഞാൻ തുടങ്ങിയപ്പോഴേക്കും മുകളിൽ നിന്ന് ഓർഡർ വന്നു അവനെ വിട്ടേക്കാൻ. അന്നും അവൻ ജയിച്ചു. ഹലോ, അതെ, റെഡിയാ? ആ, ഇമിഗ്രേഷൻ ഓഫീസിൽ നിന്നാ. നിന്റെ പാസ്പോർട്ട് റെഡിയാണ്. വരുമ്പോഴേക്ക് ടിക്കറ്റ് കൂടെ കളക്ട് ചെയ്തോളൂ. ശരി അങ്കിൾ. പ്രതാപ, നീ കൂടെ ചെല്ല്. ആ, നാളെ വീരനെ യാത്ര അയക്കാൻ മന്നാടിയാറ് വരില്ലേ? ഏട്ടനേട്ടത്തെയും വെളുപ്പിന് എയർപോർട്ടിൽ എത്തിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ട്. നേരെ മാരാർ സാറിന്റെ വീട്ടിലേക്കോ അതോ എയർപോർട്ടിലേക്ക് പോട്ടെ? മണി 5 എത്ര മണിക്കാ ഫ്ലൈറ്റ്? 7 മണിക്ക്. എന്തു പറ്റി? വീരസിംഹന്റെ കാറ്.
മീര